പ്രിയപ്പെട്ടവരെ, അറിവിടം പ്ലസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ USS പരീക്ഷാ സംബന്ധമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇനിയും അറിവിടം പ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. USS പരീക്ഷയുടെ സിലബസ്, പരീക്ഷാ രീതി എന്നിവയെ സംബന്ധിച്ച് മുൻധാരണ ഇല്ലാത്ത കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2. അതിൽ പേപ്പർ 1ൻ്റെ കാര്യങ്ങളാണ് ആദ്യമായി പറയുന്നത്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റ് AT അഥവാ അഡ്വാൻസ്ഡ് ടെസ്റ്റ്. അതിൽ മലയാളം, അറബിക്, സംസ്കൃതം, ഉറുദു എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നു. നമ്മൾ 1ാം ഭാഷയായി ഏത് വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയമാണ് ഇവിടെ AT എന്ന് പറഞ്ഞ പേപ്പറിൽ ഉൾപ്പെടുന്നത്. ആകെ 15 ചോദ്യങ്ങളാണ് AT എന്ന് പറഞ്ഞ ഭാഗത്ത് ഉണ്ടാവുക. അതിൽ 15 ചോദ്യങ്ങളും കുട്ടികൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. 15 ചോദ്യങ്ങളും മൂല്യനിർണയം നടത്തപ്പെടും. പേപ്പർ 1ലെ 2ാമത്തെ സബ്ജക്റ്റ് BT അഥവാ ബേസിക് ടെസ്റ്റ്. ഇവിടെ അടിസ്ഥാന പാഠാവലി, നമ്മുടെ മലയാളത്തിൻ്റെ 2nd പേപ്പറായിട്ടുള്ള അടിസ്ഥാന പാഠാവലിയിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങൾക്ക് പുറമെ കലാ, കായികം, പ്രവൃത്തി പരിചയം തുടങ്ങിയ മേഖലകളിൽ നിന്നും, അതേപോലെ തന്നെ സാഹിത്യം, സിനിമ തുടങ്ങിയ മേഖലകളിൽ നിന്നും ആനുകാലിക പ്രസക്തമായ ചോദ്യങ്ങളും ഈ ഒരു ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആകെ 15 ചോദ്യങ്ങളാണ് BT എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ 10 ചോദ്യങ്ങളാണ് മൂല്യനിർണയത്തിനായി പരിഗണിക്കുക. പക്ഷേ നമ്മൾ 15 ചോദ്യവും അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്നും 10 ചോദ്യങ്ങൾ മാത്രം മൂല്യനിർണയത്തിനായി തിരഞ്ഞെടുക്കപ്പെടും. പേപ്പർ 1ന്റെ 3ാമത്തെയും അവസാനത്തെയും പേപ്പർ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ആണ്. 20 ചോദ്യങ്ങളാണ് ഗണിതശാസ്ത്ര മേഖലയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതിൽ 20 ചോദ്യങ്ങളും മൂല്യനിർണയത്തിനായി പരിഗണിക്കുന്നതിനാൽ ഒരു ചോദ്യം പോലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. USS പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് പോലും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നതാണ്. അതിനാൽ നമ്മൾ ഏത് ചോദ്യവും ഉത്തരം എഴുതാതെ ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗണിതത്തിൻ്റെ മേഖലയിൽ 5, 6, 7 ക്ലാസ്സുകളിൽ ഒരു കുട്ടി ആർജിച്ചെടുത്ത ഗണിതശാസ്ത്രത്തിൻ്റെ അറിവുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രയോഗതലത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം. അവിടെ നമ്മൾ പരമാവധി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ USS നേടാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ കുറഞ്ഞ സമയമെടുത്താണ് USS പരീക്ഷയെക്കുറിച്ചിട്ടുള്ള ഒരു പൊതുധാരണ നിങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. തീർച്ചയായും വരും വീഡിയോകളിൽ വളരെ വിശദമായി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമ്മൾ പരിശീലനം നൽകുന്നതായിരിക്കും. എല്ലാവരും തന്നെ ഈ വീഡിയോ പരമാവധി USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി ഷെയർ ചെയ്യാനും, അതേപോലെ അറിവിടം പ്ലസ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ തയ്യാറാവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.